Hello everyone, gradient and battle chemistry discussion ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് സെക്ഷൻ എയിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. If law of conservation of mass was to hold true, then 20.8 gram of barium chloride on reaction with 9.8 gram of H2SO4 will produce 7.3 gram of HCl and barium sulfate equal to. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ ബേരിയം ക്ലോറൈഡിനെയും H2SO4 നെയും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് HCl കിട്ടി. സോ യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. HCl വന്നാൽ അടുത്ത പ്രോഡക്റ്റുകളെ നമുക്ക് കിട്ടാൻ ബേരിയം സൾഫേറ്റ് എന്ന് എഴുതിയാൽ മതി. ആൻഡ് നൗ ദിസ് ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ഇവിടെ ബാലൻസിങ്ങിന്റെ ആവശ്യം അല്ലെങ്കിലും ഇല്ല. ക്വസ്റ്റ്യനിൽ നമുക്ക് ബേരിയം ക്ലോറൈഡ് 20.8 ഗ്രാം ആണെന്ന് തന്നു, H2SO4 9.8 ഗ്രാം ആണെന്നും 7.3 ഗ്രാം HCl എന്നും തന്നു. ബേരിയം സൾഫേറ്റ് കണ്ടുപിടിക്കണം. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം ടോട്ടൽ റിയാക്ട് ചെയ്തിരിക്കുന്ന റിയാക്ടന്റും പ്രോഡക്റ്റിന്റെയും എമൗണ്ട് സെയിം ആയിരിക്കണം. ബിക്കോസ് മാസ് ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐഡിയ 20 പ്ലസ് 9.8 ഷുഡ് ബി ഈക്വൽ ടു 7.3 പ്ലസ് ഞാൻ ഈ കണ്ടുപിടിക്കേണ്ട വാല്യൂവിനെ എക്സ് എന്ന് വിളിക്കാം. യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് എക്സ് എന്നുള്ളത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 21, 29, 30 വരും ഏകദേശം. അത് 7.3 കുറച്ചാൽ നമുക്ക് 23.3 ഗ്രാം ആയിരിക്കും കിട്ടുക. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 25 milligram ഓഫ് camphor C10H16O? ഇപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണണം. ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ആറ്റംസ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ അറ്റോമിസിറ്റി എത്രയാണ്? 10 കാർബണും 16 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി വരുമ്പോഴേക്ക് ടോട്ടൽ 27 ആറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ C10H16O അതിന്റെ മോളാർ മാസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 1 കാർബൺ 12 ആണ്, 10 കാർബൺ 120, 16 ഹൈഡ്രജൻ 16, 1 ഓക്സിജൻ 16. അപ്പൊ എല്ലാം കൂടി നമുക്ക് കിട്ടുന്നത് യു ഗെറ്റ് 152 അല്ലെ. 152 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നൗ സി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ അറ്റോമിസിറ്റി വിച്ച് ഈസ് 27 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് മാസ് എത്രയാണ്? 25 മില്ലിഗ്രാം. സോ 25 ഇൻറ്റു മില്ലി 10⁻³ ഗ്രാമിലാണ് മാസ് പറയേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. ആൻഡ് വാട്ട് ഈസ് മോളാർ മാസ്? 152. അത്രയും ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. അതിനെ നമ്മൾ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ ഇത് എഴുതിയിരിക്കുകയാണ്. നൗ യു ക്യാൻ സോൾവ്. ഇത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏകദേശം ഇത് 75 ആയിട്ടുണ്ട്. 75 ഇവിടെ 3 ടൈംസ് പോയി, 3 ക്യാൻസൽ ആയി. സോ ദിസ് ഈസ് ഓൾമോസ്റ്റ് 27 ഇൻറ്റു 10⁻20 വരും. ഓർ ഇറ്റ് ഈസ് 2.7 ഇൻറ്റു 10⁻21. സോ വെയർ യു ഗെറ്റ് ഓപ്ഷൻ 4. റെഡി? എംപെരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈ CH2O. CH2O ആണ് എംപെരിക്കൽ ഫോർമുല. മോളാർ മാസ് തന്നു, മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. സോ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപെരിക്കൽ ഫോർമുല ഇൻറ്റു N ആണ്. N എന്ന് പറയുന്നത് അവിടെ മോളാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ് ആണ്. എംപെരിക്കൽ ഫോർമുല CH2O ആണെന്ന് തന്നിരിക്കുന്നു. മോളാർ മാസ് 90 ആണ്. എംപെരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കണ്ടുപിടിക്കും? CH2Oയിൽ 1 കാർബൺ 12, 2 ഹൈഡ്രജന് 2, 1 ഓക്സിജന് 16, ടോട്ടൽ 10, 20, 30 വരും അല്ലെ. അപ്പൊ എനിക്കിത് ചെയ്താൽ 3 വരും. 3 ഇൻറ്റു CH2O C3H6O3 അല്ലേ. ആൻഡ് ഹെൻസ് യു ഗെറ്റ് ഓപ്ഷൻ 1. The maximum energy possessed by an electron is when it is present in the nucleus, in the ground state, in the first excited state at infinite distance. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്റെ കയ്യിൽ ന്യൂക്ലിയസ് സെന്ററിലുണ്ട്. And there are so many shells or energy levels in which electrons can be present. അങ്ങനെ നമ്മുടെ ഒരുപാട് എനർജി ലെവലുകൾ ഉണ്ട്. ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അട്രാക്ഷൻ കൂടും. ആൻഡ് അതാണ് സ്റ്റെബിലിറ്റി. എനർജി ഓഫ് ഇലക്ട്രോൺ വിൽ ബി ലെസ്. സ്റ്റെബിലിറ്റി എനർജി ഓപ്പോസിറ്റ്ലി റിലേറ്റഡ് അല്ലേ. എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും, എനർജി കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കുക, ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഇലക്ട്രോണുകൾ കൂടുതൽ സ്റ്റേബിൾ ആണ്, അവരുടെ എനർജി കുറവായിരിക്കണം. ന്യൂക്ലിയസിന് ദൂരെയുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് അത്ര അട്രാക്ഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് അവരുടെ സ്റ്റെബിലിറ്റി കുറവാണ്, അല്ലെങ്കിൽ എനർജി വളരെ കൂടുതലാണെന്ന് ആലോചിക്കാം. മാക്സിമം എനർജി കിട്ടണമെങ്കിൽ ഏറ്റവും ദൂരെയായിരിക്കണം ഇലക്ട്രോൺ, അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് എന്ന് ഡയറക്റ്റ് എഴുതാം. അല്ലെങ്കിൽ യു ജസ്റ്റ് റിമെമ്പർ എനർജി ഈസ് ഈക്വൽ ടു -RHZ²/n². അപ്പൊ ഇവിടെ എനർജിയുടെ വാല്യൂസ് എപ്പോഴും നെഗറ്റീവിലാണ് നമ്മൾ പറയാ. n കുറയുകയാണെങ്കിൽ n² എന്ന വാല്യൂ കുറഞ്ഞു,
ഡിനോമിനേറ്റർ കുറഞ്ഞു. ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ഈ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആകും അല്ലേ? വാല്യൂ വലുതാകും, അതായത് കൂടുതൽ നെഗറ്റീവായി. എനർജി കൂടുതൽ നെഗറ്റീവായി. എനർജി കൂടുതൽ നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുമ്പോഴാണ്. ഇറ്റ് ഈസ് ക്ലോസർ ടു ന്യൂക്ലിയസ്. കാരണം ബോർ മോഡൽ പറയുന്നു ഫ്രീ ആയിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി 0 ആണ്. എങ്കിൽ ന്യൂക്ലിയസിനോട് അടുത്തേക്ക് വരുമ്പോഴേക്ക് എനർജി കുറയും. അതുകൊണ്ടാണ് എനർജി നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത്. മോർ നെഗറ്റീവ് ഇൻഡിക്കേറ്റ്സ് ക്ലോസർ. ഇനി n ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എനർജി 0 എന്ന് കിട്ടും അല്ലേ? അപ്പൊ അവിടെ കമ്പയർ ചെയ്ത് നോക്കിയേ, ഇവിടെയല്ലേ മാക്സിമം എനർജി നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്? n ഹയസ്റ്റ് ആകുമ്പോഴാണ്, ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. The uncertainty in velocity delta v for a particle of mass 6.626 into 10 raised to minus 28 kilogram is 10 raised to minus 6 meter per second. തന്നിരിക്കുന്നതെല്ലാം SI യൂണിറ്റിലാണ്. What is the uncertainty in position? Delta x is equal to h by 4 pi m into delta v. Uncertainty principle. So h 6.626 into 10 raised to minus 34 joule second by 4. പൈ ഞാൻ മാറ്റുന്നില്ല, കാരണം ഓപ്ഷനിൽ പൈ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. മാസ് 6.62 into 10 raised to minus 28 kilogram into 10 raised to minus 6. So now the easy calculation ആണ്. 6.6 cancel ആയിട്ടുണ്ട്. You get easily 1 by 4 pi, right? Yes. So your answer will be 1 by 4 pi, where you get option 4. The set of quantum numbers not applicable for an electron. ശരിയല്ലാത്ത ക്വാണ്ടം നമ്പേഴ്സിന്റെ സെറ്റ് ആണ് ചെയ്യേണ്ടത്. വളരെ റെലവെന്റ് ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. n2, n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ l-ന്റെ വാല്യൂ നമുക്ക് 0, 1 അതിലേതും പോസിബിൾ ആണ്. 0 ഈസ് പോസിബിൾ. l 0 ആണെങ്കിൽ m 0 ആയിരിക്കണം, കാരണം m-ന്റെ വാല്യൂ -l തൊട്ട് +l വരെയാണ്. സ്പിന്നിന്റെ നമ്പർ +1/2 -1/2 ഏതും പോസിബിൾ ആണ്. സോ ദാറ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് അലോട്ട്. ഇറ്റ് ഈസ് പോസിബിൾ. രണ്ടാമത്തത് നോക്കുക. n-ന്റെ വാല്യൂ 3 ആണെങ്കിൽ l-ന്റെ വാല്യൂ 0, 1, 2 ഇതിലേതും വരാം. 1 എന്നുള്ളത് ഓക്കെ ആണ്. l-ന്റെ വാല്യൂ 1 ആണ് തന്നിരിക്കുന്നതെങ്കിൽ m-ന്റെ വാല്യൂ നമുക്ക് -1 തൊട്ട് +1 വരെ പറ്റുള്ളൂ. സോ -1, 0, +1. m-ന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് തെറ്റി. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. അതുകൊണ്ട് 2 അലോഡ് അല്ല എന്ന് ക്ലിയർ ആയി. അടുത്തതും ചെക്ക് ചെയ്യാം. n 4 ആണെങ്കിൽ l-ന്റെ വാല്യൂ നമുക്ക് 0, 1, 2, 3 ഇതിലേതും പോസിബിൾ ആണ്. 2 ഈസ് ഫൈൻ. l 2 ആണെങ്കിൽ m-ന്റെ വാല്യൂ -2 തൊട്ട് +2 വരെ ഏതും പോസിബിൾ ആണ്. സോ -2 ഈസ് ഫൈൻ. സ്പിന്നിൻ്റെത് -1/2 +1 ഏതും വരാം. സോ ദാറ്റ് ഈസ് അലോട്ട്. ഫോർത്ത് കേസിൽ n 6 ആണ്. l-ന്റെ വാല്യൂ 0 തൊട്ട് 5 വരെ ഏതും വരാം. സോ 0 ഓക്കെ ആണ്. l 0 ആണെങ്കിൽ m എന്തായാലും 0 ആയിരിക്കും. സ്പിൻ ദാറ്റ് ഈസ് ഓൾസോ അലോട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത് 2 ആയിരിക്കും. നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദി പ്രോസസ് റിക്വയേഴ്സ് ലാർജസ്റ്റ് എനർജി എമംഗ് ദം? എനർജി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതിൽ നാലാമത്തെ ഓപ്ഷനിൽ എല്ലാത്തിനും ഒരേ എനർജിയാന്ന് പറഞ്ഞു. ലെറ്റ് us analyze the other 3 options. ആദ്യം അലൂമിനിയം ഗിവിംഗ് Al++ ഇലക്ട്രോൺ. അലൂമിനിയം ഗ്യാസിൽ നിന്നും, ഐസൊലേറ്റഡ് ഗ്യാസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയാണ് നാം ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാം. സെക്കൻഡ് ഓപ്ഷൻ Al2+നെ Al3+ ആക്കി. അപ്പൊ 3+ ആവുന്നു എന്ന് പറഞ്ഞാൽ മൂന്നാമത് വരുന്ന ഇലക്ട്രോണിനെയാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് യുവർ തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി. +2 ചാർജിൽ നിന്ന് അടുത്ത ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. നെക്സ്റ്റില് ഗ്യാഷ്യസ് Al+നെ Al2+ ആക്കുമ്പോൾ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. ആൻഡ് യു റിമെമ്പർ ദി ഓർഡർ ഓഫ് സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി. തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ദാൻ ഫസ്റ്റ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എനർജി വന്നിരിക്കുന്നത് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി വരുന്ന സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കണം. ദ സൈസ് ഓഫ് അയോണിക് സ്പീഷീസ് കറക്റ്റ്ലി ഗിവൺ ഇൻ ദി ഓർഡർ. നമുക്ക് തന്നിരിക്കുന്നത് Na+. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. Na+ ആകുമ്പോഴേക്ക് 10 ഇലക്ട്രോൺസ് ആണ്. മെഗ്നീഷ്യം 12 ആണ് അറ്റോമിക് നമ്പർ. Mg2+, അവിടെ വീണ്ടും 10 ഇലക്ട്രോൺസ് ആണ്. സോ ഇത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് ആദ്യം നാം തിരിച്ചറിയണം. ക്ലോറിൻ 17 ആണ്. ക്ലോറിൻ 7+ ആകുമ്പോൾ അവിടെയും 10 ഇലക്ട്രോൺ. സിലിക്കൺ 14 ആണ്. അതിന് 4 ഇലക്ട്രോൺ പോയപ്പോൾ 10 ഇലക്ട്രോൺസ്. സോ ഓൾ ഓഫ് ദീസ് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. നൗ ഹൗ വിൽ യു ഗിവ് ദ സൈസ് of isoelectronic species? Size is inversely proportional to charge അല്ലെ? കാറ്റയോൺ ആണെങ്കിൽ കാറ്റയോണിന്റെ ചാർജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആനിയോണിക് ചാർജ്. നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കൂടുകയും പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് ആറ്റം ചെറുതായി പോവുകയും ചെയ്യും. അപ്പൊ ഏറ്റവും ചെറുത് ഹയസ്റ്റ് പോസിറ്റീവ് ചാർജ് വരുന്ന Cl+7 ആയിരിക്കണം.
അപ്പോൾ തന്നെ ആകെ ഒരൊറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ, Na+, Mg2+, Silicon 4+, Cl 7+. അപ്പൊ ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയുന്നു. Which one of the following has the smallest bond angle? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NH3യുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിയപ്പോൾ NH3 നമുക്ക് ടോട്ടൽ 4 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിലും 3 ബോണ്ട് പെയറുകളും 1 ലോൺ പെയറും വരുന്ന കാറ്റഗറി ആയിരുന്നു. സോ 109 ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 1 ലോൺ പെയർ ബോണ്ട് ആംഗിൾ കുറയുകയും 107 ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. BeF2 ഇതേപോലെ സ്റ്റെറിക് നമ്പർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാ? 20. ലീനിയറാ, ലോൺ പെയർസ് ഒന്നുമില്ല. ലീനിയർ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 180 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. H2O കൺസിഡർ ചെയ്യുന്നു. H2Oയില് 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും കാണാം. ലോൺ പെയറുകൾ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ആംഗിൾ കുറയുകയും 104.5 ഡിഗ്രി വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. CH4 ലോൺ പെയർസ് ഒന്നുമില്ല, 4 പേര് ടെട്രാഹെഡ്രലി ആണ് അറേഞ്ച് ചെയ്യുക, 109 ഡിഗ്രി ആണ്. So bond angle will be smallest in those molecule where you have maximum number of lone pairs. അങ്ങനെ ലോൺ പെയർസ് ഏറ്റവും കൂടുതലുള്ള H2O നമുക്ക് ആൻസർ ആയിട്ട് വരും. ഹൈബ്രിഡൈസേഷൻ ഓഫ് അയോഡിൻ ഇൻ അയോഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡ് മോളിക്യൂൾ. അയോഡിൻ I ആണ്, ഹെപ്റ്റാഫ്ലൂറൈഡ് 7 അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇവരുടെ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കുന്നത്? സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ്. അയോഡിൻ ആണ് സെൻട്രൽ ആറ്റം. അയോഡിൻ 17th ഗ്രൂപ്പ് ആയതുകൊണ്ട് 7 വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം 7 മോണോവാലന്റ് ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്. ചാർജ് ഒന്നുമില്ല, അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട. യു ഗെറ്റ് 7 ഇലക്ട്രോൺ പെയർസ്. അതിൽ തന്നെ 7 എണ്ണം ഫ്ലൂറിന്റെ കൂടെ ബോണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് 7 ബോണ്ട് പെയറും ലോൺ പെയർ ഒന്നും തന്നെ ഇല്ല. 7-0 കാറ്റഗറിയിൽ വന്നിരിക്കുന്നു. ടോട്ടൽ 7 ഇലക്ട്രോൺ പെയറുകളാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാമേ. 7 പേരുണ്ടെങ്കിൽ sp3d3 ടോട്ടൽ 7 പേര് നമുക്ക് ആവശ്യമുണ്ട്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് ഐസോസ്ട്രക്ചറൽ? ഐസോസ്ട്രക്ചറലിന്റെ അർത്ഥം എന്താണ്? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്. നീറ്റ് എക്സാം ഓറിയന്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരേ സ്ട്രക്ചർ വരണം. സെയിം സ്ട്രക്ചർ വരണമെങ്കിൽ സെയിം ഇലക്ട്രോൺ പെയറുകളുടെ നേച്ചർ അവർ കാണിക്കണം. BCl3 എടുത്തു. BCl3യില് ഞാൻ ഇലക്ട്രോൺ പെയർസിനെ കാൽക്കുലേറ്റ് ചെയ്യാം. സെൻട്രൽ ആറ്റം ബോറോൺ, അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. ചുറ്റുമുള്ള മോണോവാലന്റ് ആറ്റംസ് 3 എണ്ണം ഉണ്ട്. സോ യു ഗെറ്റ് 3 ആ കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ 3 ക്ലോറിൻ വരുന്നത് കൊണ്ട് 3 ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ്. സോ ദിസ് ഇസ് എ 3-0 കാറ്റഗറി. അതിന്റെ കൂടെ വന്നിരിക്കുന്നത് BrCl3 അല്ലേ? സെൻട്രൽ ആറ്റം ബ്രോമിൻ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ചുറ്റും 3 ക്ലോറിൻ ബൈ 2 ചെയ്തപ്പോൾ 5 കിട്ടി. അതിൽ 3 എണ്ണമാണ് ക്ലോറിൻ ബോണ്ട് പെയർസ് ആയിരിക്കുന്നത്, 2 എണ്ണം ലോൺ പെയർസ് ആണ്. സോ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺ പെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, സ്റ്റെറിക് ഫാക്ടേഴ്സ്. എനിവേ 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഡിഫറെന്റ് ആണ്, ഓപ്ഷൻ 1 വരില്ല. NH3 എടുത്തു. NH3യിൽ ഇതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, NH3യിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉള്ളത്. NO3 മൈനസ് ആണ് എടുക്കുന്നതെങ്കിലോ നൈട്രജൻ സെൻട്രൽ ആറ്റം 5 ഇലക്ട്രോൺ, സറൗണ്ടിങ് ആയിരിക്കുന്ന ഓക്സിജൻ ഡൈവാലന്റ് ആയതുകൊണ്ട് കൗണ്ട് ചെയ്യണ്ട. ഒരു നെഗറ്റീവ് ചാർജ്, ആനയോണിന്റെ ചാർജിനെ ആഡ് ചെയ്യണം, AA എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. സോ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ആഡ് ചെയ്തു. ടോട്ടൽ നമുക്ക് വരുന്നത് 3 ആണ്. ഇവിടെ ടോട്ടൽ നമുക്ക് 4 പേരുണ്ട്, 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും അല്ലേ? സോ 3, 4 എന്നുള്ളത് ഡിഫറെന്റ് ഇലക്ട്രോൺ പെയർസ് ആണ്, അതും പറ്റില്ല. NF3 എടുത്തു. NH3 പോലെ തന്നെയാണ്, നൈട്രജന് ചുറ്റും 1 ലോൺ പെയറും 3 ബോണ്ട് പെയറും, ടോട്ടൽ 4 പേരാണുള്ളത്. പക്ഷെ BF3 എടുത്താൽ BF3 ട്രൈഗണൽ പ്ലേനർ ആണ്, 3 പേരെ ടോട്ടൽ ഉള്ളൂ, അതും വരില്ല. സോ യുവർ ആൻസർ വിൽ ബി ഒബ്വിയസ്ലി ഓപ്ഷൻ 4. അത് BF4 മൈനസ് നിങ്ങൾ ചെക്ക് ചെയ്യാം. ബോറോൺ 13th ഗ്രൂപ്പ് 3 വാലൻസ് ഇലക്ട്രോൺ, ചുറ്റും 4 ഫ്ലൂറിൻ ആഡ് ചെയ്തു. ഒരു നെഗറ്റീവ് ചാർജ് വന്നാൽ അതിനെ ആഡ് ചെയ്യണം, ബൈ 2 ചെയ്യുമ്പോഴേക്ക് 4 എന്ന് കിട്ടും. NH4 പ്ലസ് ചെയ്യുന്നു, സെൻട്രൽ ആറ്റം നൈട്രജൻ. സോ ദർ ആർ 5 വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആറ്റം ഫോർ ഹൈഡ്രജൻ. ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് ഇലക്ട്രോൺ കുറയും, ഒരു ചാർജ് ഉള്ളതുകൊണ്ട് ഒരു ചാർജ് മൈനസ് ചെയ്തു. അഗൈൻ യു ഗെറ്റ് 4. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വന്നു. സോ ദേ ആർ ഐസോസ്ട്രക്ചറൽ. ഹെൻസ് യുവർ ഓപ്ഷൻ ഈസ് 4. For n moles of ideal gas, the equation of state can be written as ideal gas equation, which is an easy question. PV is equal to nRT ആണ്. അപ്പോൾ ഞാൻ PT by എന്ന് എഴുതുന്നത് ശരിയല്ല, കാരണം P by T എന്ന് വേണം എഴുതാൻ. 1 എന്നുള്ളത് തെറ്റിപ്പോയി. PV is equal to RT square എന്തായാലും വരുന്നില്ല.
P by T, ഞാൻ T ഇപ്പുറത്തേക്ക് എടുത്താൽ P by T is equal to NR by V. That is correct. PV is equal to RT by N ശരിയല്ല, PV is equal to NRT ആണ്. So 3 ആണ് correct answer ആയിട്ട് വരുന്നത്. An ideal gas of given mass is heated first in a small vessel. ആദ്യം ഒരു ചെറിയ വെസൽ എടുത്തു, then in a large vessel. The plot between P versus T for 1 and 2. അതിൽ കറക്റ്റ് പ്ലോട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് കണ്ടെയ്നർ ആയിരിക്കും എന്ന് നമ്മൾ പറയണം എന്ന് വിചാരിക്കണം. കാരണം ഗ്യാസിനെ നമ്മൾ ഒരാൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഓപ്പൺ ആയിരുന്നെങ്കിൽ അത് എടുത്ത് പറഞ്ഞേനെ. സോ വി അസ്യൂം ദിസ് ഇസ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ. P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണ്. സോ നോർമലി നമുക്ക് ഇവരുടെ ഗ്രാഫിന്റെ നേച്ചർ അറിയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന 1ഓ കർവി നേച്ചർ ഇരിക്കുന്ന 4ഓ നമുക്ക് വരുന്നില്ല. ഇതിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്നാമത്തതില് വോള്യം കുറവാണ്. വോള്യം കുറവാണെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇടിക്കും, നന്നായിട്ട് ഇടിക്കും, പ്രഷർ കൂടും. അപ്പൊ ചെറിയ ഹീറ്റിൽ തന്നെ നല്ല പ്രഷർ കൂടുന്നത് നമുക്ക് കാണാം, വോള്യം കുറവായതുകൊണ്ട്. സോ പ്രഷർ ഏറ്റവും നന്നായിട്ട് ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ പ്രഷർ ഇങ്ങനെ കുത്തനെ കയറി പോകുന്നത് 1ന്റെ കേസിലായിരിക്കും. അതിങ്ങനെ ആലോചിക്കാം നിങ്ങൾക്ക് അല്ലെ. ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടുന്നു. ഇവിടെ നോക്കിയേ നിങ്ങള്, ഈ ഗ്രാഫ് നോക്ക്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഫിക്സ് ചെയ്യ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 2ല് പ്രഷർ കുറവാണ്, 1ല് പ്രഷർ കൂടുതലാ. പ്രഷർ കൂടുതൽ വോള്യം കുറവുള്ള കണ്ടെയ്നറിലാണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. 2 ആണ് കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. റെഡി? എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ വോള്യം ഓൺലി. വോള്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യോ? വോള്യം കൂടിയാൽ സ്ഥലം കൂടി അല്ലെ, സ്ഥലം കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറയും, അപ്പൊ എൻട്രോപ്പി കുറയും. ടെമ്പറേച്ചർ ഓൺലി, ടെമ്പറേച്ചർ കൂടിയാൽ ചൂടാക്കുകയാണ്, ചൂടാക്കുമ്പോൾ എനർജി കൂടും, ഇടി കൂടും, എൻട്രോപ്പി കൂടും. പ്രഷർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടും. അപ്പൊ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും വോള്യത്തിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. The volume of a gas decreases from 500 cc cubic centimeter. 500 ml നിന്നും 300 ml വോള്യം ചേഞ്ച് ചെയ്തു. സോ V1 V2 എന്ന് വോള്യത്തിന് വിളിക്കാം. And it is compressed by an average pressure of 0.6 atm അല്ലെങ്കിൽ external pressure. നമ്മൾ കംപ്രഷൻ ഉപയോഗിച്ചിരിക്കുന്ന pressure or external pressure is given. During this process 10 joule of heat is liberated. So heat which is represented as Q is 10 joule. Liberated ആണ്. എപ്പോഴും ലിബറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ് ഇൻ സൈൻ. ഹീറ്റ് ഗെയിൻ ചെയ്താൽ പോസിറ്റീവും, അവിടെ സൈൻ ആണ് പ്രാധാന്യം. ഹീറ്റ് റിലീസ് ചെയ്ത നെഗറ്റീവും ആണ്. Q -10 എന്ന് എഴുതാൻ ശ്രദ്ധിക്കണം. ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ക്യൂ തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q + W എന്ന് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് നമുക്ക് പറയാം. ഇവിടെ Q തന്നിരിക്കുന്നു, W കണ്ടുപിടിക്കണം. ഹൗ വിൽ യു കാൽക്കുലേറ്റ്? W is equal to -P external into delta V. So that is equal to -0.6 atm into delta V. V2 minus V1 ആണ്. 300 ml minus 500 ml ചെയ്യുമ്പോഴേക്ക് -200 ml വരും. ml മാറ്റാൻ ലിറ്ററിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു -0.12 ലിറ്റർ atm ആണ്. 1 ലിറ്റർ atm is equal to 101.3 ജൂൾ. അപ്പൊ എനിക്ക് 0.12 ലിറ്റർ atmനെ 101.3 ജൂൾ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. യു ഗെറ്റ് 12 പോയിന്റ് സംതിങ് അല്ലെ. യു ഗെറ്റ് 12.125 ജൂൾ. W നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q + W ആണ്. Q -10 ജൂൾ ആണ്, W 12 ആണ്. സോ യുവർ ആൻസർ വിൽ ബി 2 ജൂൾ. റൈറ്റ്? യു ഗെറ്റ് ഓപ്ഷൻ 3. Increasing order of acidity of hydrogen halide HF, HCl, HBr, HI. ഇവരുടെ ഇൻക്രീസിങ് ആസിഡിക് ഓർഡർ കറക്റ്റ് ആണോ തന്നിരിക്കുന്നത് എന്ന് ആലോചിക്കുക. താഴേക്ക് വരുന്നതിനനുസരിച്ച് ബോണ്ടിന്റെ നീളം കൂടും, ബോണ്ടിന്റെ ശക്തി കുറയും. ബോണ്ടിന്റെ ശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോണ്ട് പൊട്ടിപ്പോവും. ബോണ്ട് ഡിസോസിയേഷൻ എനർജി വളരെ കുറവാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് H+ റിലീസ് ചെയ്യാൻ വേണ്ടി പോസിബിൾ ആണ്. ബോണ്ട് ലെങ്ത്തിന്റെ ബേസിൽ നമുക്ക് ഇവരുടെ അസിഡിക് ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാം. അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ്. കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി വെച്ചും പറയാറുണ്ട്. സോ ദി ഓർഡർ ഗിവൺ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് 1 അസേർഷൻ ഈസ് കറക്റ്റ്. രണ്ടാമത്തത് എന്താ സ്റ്റേറ്റ്മെന്റ്? റീസൺ എന്താ? While comparing the acids formed by the elements belonging to the same group of periodic table, HA bond strength is more important factor in determining acidity. Correct അല്ലേ?
ബോണ്ട് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്തത്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. The solubility of sparingly soluble salt A3B2 having a molar mass m gram per mole in water is x gram per liter. The ratio of molar concentrations of B3 minus to the KSP of the salt is. അപ്പോൾ എനിക്ക് സോളിബിലിറ്റിയെ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ തന്നിരിക്കുന്ന കാര്യം മോളാർ മാസും അതുപോലെ സോളിബിലിറ്റി തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാസിലാണ്, ഗ്രാം പെർ ലിറ്ററിലാണ്. എനിവേ നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്ത് നോക്കാം. A3B2 സ്പ്ലിറ്റ് ചെയ്താൽ A3 3 Aയും ഉണ്ട് 2 Bയും ഉണ്ട്. അവരുടെ ചാർജ് കറക്റ്റ് ആക്കാൻ വേണ്ടി A2 പ്ലസും B3 മൈനസും ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇനീഷ്യലി 1 ഉണ്ടായിരുന്നു, 0 0. S ആണ് ഡിസോസിയേറ്റ് ചെയ്തതെങ്കിൽ S മോളാർ ആണെങ്കിൽ 3A എന്നുള്ളത് കൊണ്ട് 3S മോളാർ Aയും 2S മോളാർ Bയും കിട്ടും. റീസൺ ക്ലിയർ അല്ലേ? ഒരാള് 3 Aയും 2 Bയും തരുന്നു. അപ്പൊ S പോയാൽ 3Sഉം 2Sഉം കിട്ടും. Now let us represent KSP. Solubility product എഴുതുന്നത് A⁻³ നമ്പറുകളെ കോഎഫിഷ്യന്റുകളെ പവർ ആക്കി എഴുതണം into B⁻². So this is A എന്ന് പറയുന്നത് 3S ആണ്, 3Sന്റെ ക്യൂബ് 2Sന്റെ സ്ക്വയർ which is equal to 108S⁵5. KSP കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B3 മൈനസ് ടു KSP. B3 മൈനസിന്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ 2S അല്ലേ? സോ ഇറ്റ് ഈസ് 2S ബൈ KSP എത്രയാണ്? 108S⁵5. അതില് ഒരു എസും പോയി, ഇവിടെ S⁴ ആയി. ഇതിന്റെ പകുതി എടുക്കാം. സോ ദിസ് ഈസ് 1/54 S⁴. പക്ഷെ എസിന്റെ ടേമിൽ ഒരിക്കലും ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ തന്നിരിക്കുന്നത് എമ്മും എക്സിന്റെയും ടേമിലാണ്. വാട്ട് ഈസ് എസ് ഹിയർ? നമ്മൾ അതിന്റെ മൊളാരിറ്റിയിലാ പറയാ, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ലെ, മോളാർ എന്ന കോൺസെപ്റ്റിലാ പറയാ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സ് മാസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് പറയാൻ എന്ത് ചെയ്യാം? എസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, വോളിയം ലിറ്റർ ആണ്, പെർ ലിറ്റർ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് മോൾസ് മാസ് ബൈ മോളാർ മാസ്. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ എനിക്ക് അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? സോ ദിസ് ഈസ് 1/54. എസിന് പകരം എക്സ് ബൈ എം ആണ്. സോ S⁴ x⁴ ബൈ എം, അത് മേലേക്ക് വന്നു. സോ ഫൈനലി m⁴/54 x⁴. സോ ഹിയർ യു ഗെറ്റ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എ ബഫർ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 100 ml ഓഫ് 0.01 മോളാർ അസറ്റിക് ആസിഡ് തന്നു, and 200 ml of sodium acetate. 700 ml of water is added. pH before and after dilution ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബിഫോർ ഡൈല്യൂഷൻ നമുക്ക് ആദ്യം ആലോചിച്ച് നോക്കാം. pH കണ്ടുപിടിക്കണം. pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. അപ്പൊ ഇവിടെ നമ്മൾ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ബൈ ആസിഡിന്റെ കോൺസെൻട്രേഷൻ മൊളാരിറ്റിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് എനിവേ സെയിം. അല്ലാതെ അവിടെ 100 എന്നും 200 എന്നും വിചാരിക്കല്ലേ. കാരണം 100 ഉം 200 കൂടി ആഡ് ചെയ്താൽ ഫൈനലി ദ ബഫർ സൊല്യൂഷൻ വിൽ ബി ഓഫ് 300 ml. ആ സൊല്യൂഷൻ ആസിഡും സോൾട്ടും 300 ml ഇനി പ്രസന്റ് ആയിരിക്കുന്നത്. സോ ബഫർ സൊല്യൂഷന്റെ വോളിയം 300 ml ആണ്, വിച്ച് എനിവേ ഗെറ്റ് ക്യാൻസൽഡ്. അതുകൊണ്ട് ഇവിടെ കോൺസെൻട്രേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ ആണ്. ലെറ്റ് us കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക? മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾട്ട് ഈസ് മൊളാരിറ്റി ഇൻറ്റു വോളിയം. സോൾട്ടിന്റെ മൊളാരിറ്റി 0.02 ഇൻറ്റു വോളിയം 200 വിച്ച് ഈസ് 4 millimoles. ml എടുത്തത് കൊണ്ട് 4 എന്ന് എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് എടുക്കുന്നു, വിച്ച് ഈസ് അഗൈൻ മൊളാരിറ്റി ഇൻറ്റു വോളിയം. ആസിഡിന്റെ വോളിയവും മൊളാരിറ്റിയും മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് 1 millimole. അപ്പൊ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. pH ഈസ് ഈക്വൽ ടു pKa which is given as 4.74 plus log salt 4 millimole by 1 milli cancel ആയിക്കോളും. എങ്ങനെയാണ് log 4 നമ്മൾ കണ്ടുപിടിക്കുക? log 2 0.3 ആണ്. സോ log 4 അതിനെ നമുക്ക് log 2 സ്ക്വയർ എന്ന് എഴുതാം, വിച്ച് ഈസ് 2 log 2. 2 into 0.3 0.6 എന്ന് വരും. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. pH is equal to 4.74 plus 0.6 ആണ് നമുക്ക് വരിക. സോ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 4 ഉണ്ട് 13 5.3
4 ആണ് നമുക്ക് ആൻസർ വരിക. 5.34 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതോടെ നിങ്ങൾക്ക് എഴുതാം. ആഫ്റ്ററിൻ്റെത് ചെക്ക് ചെയ്യണ്ട. ഇനി ആഫ്റ്ററിൻ്റെത് ആലോചിച്ച് നോക്ക്. നിലവിൽ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന 300 ml സൊല്യൂഷനിലേക്ക് 700 ml വെള്ളം കൂടി ചേർത്താൽ എന്താ സംഭവിക്കുക എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ബഫറിന്റെ കേസിൽ pH pK പ്ലസ് ലോഗ് സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ബൈ ആസിഡ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ആഡ് ചെയ്യുന്നത് വാട്ടർ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡിനോ സോൾട്ടിനോ മാറ്റം വരുന്നില്ല. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് ആസിഡോ ഇവരോ മാറാത്തത് കൊണ്ട്, ആസിഡോ സോൾട്ടോ മാറാത്തത് കൊണ്ട് pH വോണ്ട് ചേഞ്ച്. ഇതാണ് ബഫറിന്റെ കേസ് ശ്രദ്ധിക്കാനുള്ളത്. അടുത്തത് ഡയറക്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാനാണ്. Cr2O7 2- ക്രോമിയം പ്ലസ് 6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. MnO4 മാംഗനീസ് നമുക്ക് പ്ലസ് 7ലാണ്. VO3 മൈനസിൽ എടുത്തു കഴിഞ്ഞ Fe(F6) 3- VO3- ആണ് നമ്മുടെ കയ്യിലുള്ളത്. VO3- ഡെഫിനറ്റ്ലി അത് നമുക്ക് വരുന്നത് പ്ലസ് 5ലാണ്. Fe(F6) 3- പ്ലസ് 3ലാണ്. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ഒരാളെ ഞാൻ ഇല്ലിസ്ട്രേറ്റ് ചെയ്യാം. കണ്ടുപിടിക്കേണ്ട ആളെ നമ്മൾ എക്സ് എന്ന് വിളിക്കുക. 2 ക്രോമിയം 2x, 7 ഓക്സിജൻ, 1 ഓക്സിജൻ -2 ആണ്, 7 ഓക്സിജൻ -14. അങ്ങനെ ക്രോമിയവും ഓക്സിജനും കൂടി ചേർന്നാൽ നമുക്ക് ഉണ്ടാവുന്ന സിസ്റ്റത്തിന് 2- ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് Cr2O7 2- എന്ന് എഴുതിയത്. യു സോൾവ് ഇറ്റ്. എക്സ് 2x ഈസ് ഈക്വൽ ടു 12 എന്നും എക്സ് 6 എന്നും നമുക്ക് കിട്ടും. ഇങ്ങനെ സോൾവ് ചെയ്താൽ യു ഗെറ്റ് ഓപ്ഷൻ 2 ആസ് ദി ആൻസർ. Among halogens, fluorine is the best oxidant. Oxidant is oxidizing agent. Oxidizing agentകൾക്ക് റിഡക്ഷൻ ആണ് നടക്കുക. Fluorine is the best oxidizing agent, which is correct. ഒരാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആകാനുള്ള കാരണം അയാൾക്ക് റിഡക്ഷൻ നടക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. റീസൺ, ഫ്ലൂറിൻ is the most electronegative atom. ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആണ്, സമ്മതിച്ചു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദി എക്സാക്ട് റീസൺ ഫോർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. റീസൺ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി എന്നുള്ളതാ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തിനൊക്കെ സ്വാധീനിക്കുന്നു നമ്മൾ ഹാലജൻസിൽ പഠിച്ചിട്ടുള്ളതാ. പി ബ്ലോക്കിൽ ആലോചിച്ച് നോക്കിയേ. F2 എന്നുള്ളത് F- ആകാൻ, F2 F- ആകാൻ വേണ്ടി നമുക്ക് അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിന്റെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. ആൻഡ് ദർ ഈസ് ഹൈഡ്രേഷൻ. ഇങ്ങനെ ഹാഫ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി, ഇവരുടെയൊക്കെ ഓവറോൾ സമ്മ വെച്ചാണ് നമുക്ക് ഇതിന്റെ റിഡക്ഷൻ ടെൻഡൻസിയെ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ചുമ്മാ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട് ദ റീസൺ. അതുകൊണ്ട് രണ്ടും കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് അല്ല എന്ന് പറയണം. ദ ഫോർമുല ഓഫ് കാൾഗൻ യൂസ്ഡ് ഫോർ വാട്ടർ സോഫ്റ്റനിങ്. കാൾഗൻസ് മെത്തേഡ് ഹൈഡ്രജൻ ചാപ്റ്ററിൽ വാട്ടറിന്റെ സോഫ്റ്റനിങ് ഓഫ് വാട്ടറിന്റെ മെത്തേഡ്സിൽ കാൾഗൻ മെത്തേഡിൽ കാൾഗൻ എന്താണെന്ന് അറിയണം. സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആണ്, Na6PO6O18. നമ്മൾ അതിനെ Na6PO3 6 ടൈംസ് എന്ന് എഴുതാം. ഹെക്സാമെറ്റാഫോസ്ഫേറ്റ് ആണ്, ഹെക്സാഫോസ്ഫേറ്റ് എന്ന് കാണിക്കാം. ഇതിൽ തന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോഴുള്ള രീതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൽ 2 Na+നെയാണ് കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം എന്ന് റീപ്ലേസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് 2 Na നമുക്ക് പുറത്തിടുകയും, എനിവേ ഇറ്റ് ഈസ് Na6PO3 6 ടൈംസ് ആണ്, PO4 അല്ല, അല്ലെ? PO4 അല്ല നമ്മൾ എഴുതേണ്ടത്, PO3 ആണ്, കാരണം 18 ആണ്. അതിൽ തന്നെ 2 സോഡിയത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് വരുന്നത് ഏതാ? Na2 Na4 PO3 6 ടൈംസ് എന്നുള്ളതാണ് നമുക്ക് മെറ്റാഫോസ്ഫേറ്റിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ യുവർ ആൻസർ വിൽ ബി 1. Statement 1, in acidic medium H2O2 reduces chlorine to HCl. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് 2, Cl2 is stronger reducing agent than H2O2. H2O2ന്റെ പ്രത്യേകത അതിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. Cl2ന്റെ പ്രത്യേകത അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഹാലജൻസ് ആർ ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ഫ്ലൂറിനും ക്ലോറിനും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. അപ്പൊ ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ കൂടെയുള്ള H2O2 ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാറേണ്ടതാണ്. അപ്പൊ ക്ലോറിൻ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാ. ക്ലോറിൻ വിൽ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. റെഡി? ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇൻ അസിഡിക് മീഡിയം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അതിന് എപ്പോഴും റിഡക്ഷൻ നടന്ന HCl ആണ് ആവുക. സോ H2O2 reduces chlorine to HCl is a correct statement. Statement 1 is correct, but statement 2 is incorrect. You get option 3. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് H2 ഒക്കെ എഴുതാം. റെഡി? Which of the following represents the correct order of catenation?
14th ഗ്രൂപ്പിന്റെ കാറ്റിനേഷനിൽ കാർബണിനാണ് ഏറ്റവും കൂടുതൽ കാറ്റിനേഷൻ, ഫോളോഡ് ബൈ സിലിക്കൺ ആൻഡ് ജെർമേനിയം. ടിന്നിന് ഓൾമോസ്റ്റ് സിമിലർ കാറ്റിനേഷൻ ആണ്. ലെഡിന് കാറ്റിനേഷൻ കാണിക്കുന്നില്ല. ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാർബൺ കഴിഞ്ഞ് സിലിക്കൺ, ജെർമേനിയം, ടിന്ന് വരുന്നത് ഓപ്ഷൻ 3 ആണ്. എ ബോണ്ട് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഡൈബൊറൈൻ. ഡൈബൊറൈന്റെ സ്ട്രക്ചർ പി ബ്ലോക്കില് ഏറ്റവും പ്രധാനമാണ്. കാരണം അതിന് ബനാന ബോണ്ട്സ് ഉണ്ടായിരുന്നു, വിച്ച് ഈസ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. 4 ടെർമിനൽ ഹൈഡ്രജൻസ് ഒരേ പ്ലെയിനിലും 2 ബ്രിഡ്ജ് ആയിട്ടുമാണ് ആക്ട് ചെയ്തത്. BH ബോണ്ട് അവിടെ പോസിബിൾ ആണ്. യെസ്, BHB ബോണ്ട് ബനാന ബോണ്ട് പോസിബിൾ ആണ്. HBH ബോണ്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ബട്ട് ദർ ഇസ് നോ BB ലിങ്കേജ്. BB തമ്മിൽ ഡയറക്റ്റ് ലിങ്കേജേ ഇല്ല. The basic structure unit of silicate. Silicates are SiO4 4-, which is a direct question. അതില് അലുമിനോ സിലിക്കേറ്റുകളെയാണ് അല്ലേ, അലുമിനോ സിലിക്കേറ്റുകളെയാണ് സിയോലൈറ്റ് എന്ന് പറഞ്ഞു. സോ സിയോലൈറ്റിന്റെ എക്സാമ്പിൾ ZSM5 മനസ്സിൽ ഓടി വരണം. എനിവേ ഇവിടെ നമുക്ക് അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. യു ഗെറ്റ് ഓപ്ഷൻ 2 ഡയറക്ട്ലി. Which of the following is incorrect about the biological function of sodium ions? These ions do not participate in the transmission of nerve signals. These ions helps in the transport of sugars into cell. These ions helps in the transport of amino acids into the cell. None of these. ഉറപ്പായിട്ടും do not participate in the transmission of nerve signal is the wrong answer. അപ്പോൾ 1 ആണ് wrong answer വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. These ions participate in the transmission of nerve signals and also in the transport of sugars and amino acids into the cell. അപ്പോൾ അത് ബയോളജിക്കൽ ഇമ്പോർട്ടൻസിൽ പ്രത്യേകം നോക്കുക. Which of the following does not give an oxide on heating? എനിക്ക് ആദ്യം തന്നിരിക്കുന്ന മെഗ്നീഷ്യം കാർബണേറ്റ്, സെക്കൻഡ് ഗ്രൂപ്പ് കാർബണേറ്റുകൾ അനലൈസ് ചെയ്താൽ അവരെ ഹീറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കാം. ബെസ്റ്റ് എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റിന് ഹീറ്റ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാറില്ലേ? അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നയാളാണ് മെഗ്നീഷ്യം കാർബണേറ്റ്. അതിനെ ഹീറ്റ് ചെയ്താൽ സിമിലർ ടെൻഡൻസി വിൽ ബി ദെയർ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ബാക്കി പോലെയാ സിങ്ക്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നയാളാ. അതിനെ ഹീറ്റ് ചെയ്ത് സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. സിങ്ക് കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളത് നമ്മൾ മെറ്റലർജിയിൽ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് കാൽസിനേഷൻ. കാർബണേറ്റുകൾ ബ്രേക്ക് ചെയ്തു. K2 അടുത്ത 2 ആൾക്കാർ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാ. അതിൽ ഞാൻ Li2CO3 ഹീറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ദി anomalous behavior of lithium or it is the diagonal relationship of lithium with magnesium. മെഗ്നീഷ്യം എന്താണോ ചെയ്തത് അതുപോലെ ലിഥിയം നോക്കി ചെയ്യുകയും അങ്ങനെ നമുക്ക് ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാനുള്ള ചാൻസ് അവിടെയുണ്ട്. വെറാസ് ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിഥിയം മാത്രമേ ഇങ്ങനെയൊരു മാറ്റം കാണിക്കുന്നുള്ളൂ ഡ്യൂ ടു ദ ഡയഗണൽ റിലേഷൻഷിപ്പ്. ബട്ട് ബാക്കി വരുന്നവരൊന്നും കാർബണേറ്റുകൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടാറില്ല. അപ്പൊ ഡീകമ്പോസ് ചെയ്യാത്ത കാർബണേറ്റുകൾ ഡീകമ്പോസ് ചെയ്യാത്തത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ആണെന്ന് പ്രത്യേകം പഠിക്കുന്നു. ദർ കാർബണേറ്റ്സ് ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആർ ഹൈലി സ്റ്റേബിൾ ടുവേർഡ്സ് ഹീറ്റ്. ആ ഹീറ്റിൽ സ്റ്റേബിൾ അല്ലാത്തത് ആരാണെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ലിഥിയം കാർബണേറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ ടു ഹീറ്റ്. ലിഥിയം കാർബണേറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും തരും. പക്ഷെ മറ്റ് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കാർബണേറ്റുകൾ ബ്രേക്ക് ചെയ്യുന്നില്ല. In which of the following the functional group isomerism is not possible? ആൽക്കഹോൾസിലും ഈഥേഴ്സിനും ഒരേ മോളിക്കുലർ ഫംഗ്ഷൻ ആണ്, മോളിക്കുലർ ഫോർമുലയാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പേ മാറുന്നുള്ളൂ. ആൽഡിഹൈഡ്സ് ആണെങ്കിൽ കീറ്റോൺസ് CO എന്ന് പറയുന്നയാൾ അല്ലെ, COയും CHOയും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻസ് കാണിക്കും. സയനൈഡ്സ് CN എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഐസോ സയനൈഡുകളും കാണിക്കാലോ. വേർ യു ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഒബ്വിയസ്ലി ഡിഫറെന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെ ഡിഫറൻസ് കാണിക്കാത്തത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. വൺസ് യു ഹാവ് എ മോളിക്കുലർ ഫോർമുല അതിന് ഫംഗ്ഷനാലിറ്റി മാറ്റാൻ കഴിയില്ല. സോ ദേ കനോട്ട് എക്സിബിറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ദ പ്രിൻസിപ്പൽ ഇൻവോൾവ്ഡ് ഇൻ ദ പേപ്പർ ക്രോമാറ്റോഗ്രാഫി. നമുക്ക് 2 ടൈപ്പ് ക്രോമാറ്റോഗ്രാഫി നമ്മൾ പഠിച്ചു, അഡ്സോർപ്ഷൻ ആൻഡ് പാർട്ടീഷൻ. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫിയിലാണ് നമ്മൾ കോളം ആൻഡ് തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി പഠിച്ചത്. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി എടുത്താൽ പേപ്പർ ക്രോമാറ്റോഗ്രാഫി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേപ്പർ ക്രോമാറ്റോഗ്രാഫിക്ക് പാർട്ടീഷൻ ആണ് പ്രിൻസിപ്പൽ. ഇതിന്റെ നോമൻക്ലേച്ചർ നമ്മൾ പറയണം. ലോങ്സ്റ്റ് കാർബണിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് യുവർ നമ്പറിംഗ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദി മോസ്റ്റ് പ്രയർ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. CHOയിലുള്ളതിനെ ഫസ്റ്റ് കാർബൺ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. Then this is second one and this is third one. മാക്സിമം കാർബൺ കിട്ടാൻ വേണ്ടി ഒന്നുകിൽ ഇതേ എനിക്ക് ഇങ്ങനെ പോകാം അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ പോകാം. അപ്പൊ ഞാൻ ഡബിൾ ബോണ്ടുകൾ അടക്കം ഉൾപ്പെടുന്നതിന് വേണം ചെക്ക് ചെയ്യാൻ.
ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ നിങ്ങൾ എപ്പോഴും പേരെഴുതേണ്ടത് എങ്ങനെയാണ്? സെക്കൻഡറി പ്രിഫിക്സ് ആദ്യം വരും. സെക്കൻഡറി പ്രിഫിക്സ് സബ്സ്റ്റിറ്റ്യൂവന്റുകളാണ്. രണ്ടാൾക്കാരാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒന്ന് മീഥൈൽ ഗ്രൂപ്പ്, അത് മൂന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. അടുത്തയാള് CH2 ഗ്രൂപ്പാണ്. CH2 ഗ്രൂപ്പിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും സീനില്ല. ബിക്കോസ് വൺസ് യു ഗോ ത്രൂ ദി ഓപ്ഷൻസ് യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ്. CH3 നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ മെഥിലീൻ ആണ്. CH2 മെഥിലീൻ. പ്രൈമറി പ്രിഫിക്സ് പറയാ. പ്രൈമറി പ്രിഫിക്സ് സിസ്റ്റം സൈക്ലിക് അല്ല. Therefore there is no primary prefix. വേർഡ് റൂട്ട്, മാക്സിമം കാർബണുകളുടെ എണ്ണം 1 2 3 4. പാരന്റ് ചെയിനിൽ, പാരന്റ് ചെയിനിനെ കാണിക്കാം. ഇതാണ് പാരന്റ് ചെയിൻ. 4 കാർബൺ ഉണ്ട്. Therefore it should be bute. പ്രൈമറി സഫിക്സ് നോക്കുക. അതില് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് പറയണം. ആൽക്കീൻ ആണ്. മൂന്നാമത്തതിൽ നമുക്കൊരു ഈനെ കാണാൻ സാധിക്കുന്നു. സെക്കൻഡറി സഫിക്സ് ഉണ്ടോ? അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഒന്നാമത്തതില് ആൽഡിഹൈഡ് ഉണ്ട്. അപ്പൊ ആൽഡിഹൈഡിനെ നമ്മൾ ആൽ എന്നാണ് വിളിക്കേണ്ടത് അല്ലെ. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് 3 മീഥൈൽ 2 മെഥിലീൻ ബ്യൂട്ട് 3 ഈൻ ആളാണ്. ഈനാൾ എന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷനെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സോ യുവർ ആൻസർ വിൽ ബി 3. Which of the following reactions does not show the correct products of the reaction? CH3 CH double bond CH2 HBr peroxide in the presence il HBറും പെറോക്സൈഡും വന്നാൽ അവിടെ ആന്റി മാർക്കോഫ്സ് പ്രോഡക്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? ബ്രോമിൻ ലീസ്റ്റ് ഹൈഡ്രജൻ ഉള്ള കാർബണിലല്ല പോകേണ്ടത്, അറ്റത്തിരിക്കുന്ന കാർബണിലാണ് പോകേണ്ടത്. ദാറ്റ് ഈസ് കറക്റ്റ്. രണ്ടാമത്തത് HCl പെറോക്സൈഡ് തന്നു. ഇവിടെ പെറോക്സൈഡ് എഫക്റ്റ് ഇല്ല. പെറോക്സൈഡ് എഫക്റ്റ് ആന്റി മാർക്കോവ്സ് റൂള് ശരിക്കും നമുക്ക് ആന്റി മാർക്കോ നിക്കോസ് റൂള് HBrന്റെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. മറ്റേതൊരാളെ പെറോക്സൈഡിൽ തന്നാലും ഇല്ലെങ്കിൽ ഒരു വിഷയമല്ല. HBrന് മാത്രമേ സംഭവിക്കുള്ളൂ. ബിക്കോസ് നമുക്ക് അങ്ങനെ പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സിസ്റ്റം അല്ലെ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. റീസൺ ഒന്നും ആവശ്യമില്ല. സോ അഡീഷൻ റിയാക്ഷൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അഡീഷൻ ചെയ്യുമ്പോൾ മാർക്കോസും ആന്റി മാർക്കോസും ഉണ്ട്. ആൻഡ് ആന്റി മാർക്കോഫ് നിക്കോവ്സ് റൂൾ അല്ലെങ്കിൽ ഖരാഷ് എഫക്റ്റ് പെറോക്സൈഡിന്റെ പ്രസൻസിൽ നടക്കുന്നു എന്നല്ല, പെറോക്സൈഡ് വിത്ത് HBr ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. റെഡി? അതുകൊണ്ട് ഇവിടെ പെറോക്സൈഡ് എഫക്റ്റ് ഇല്ല. നോർമൽ രീതിയിൽ പോകണം. നോർമൽ രീതിയിലാണെങ്കിൽ നെഗറ്റീവ് പാർട്ട് ഷുഡ് കം ടു ദി കാർബൺ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. സെക്കൻഡ് കാർബണിൽ ക്ലോറിൻ വരണം. അവിടെ വന്നില്ല. സോ 2 ആണ് റോങ് ആയത്. അടുത്തതിൽ നോർമൽ HBr ആണ്. HBr ബ്രോമിൻ രണ്ടാമത്തതിൽ വരണം, ക്ലോറിൻ രണ്ടാമത്തതിൽ വരണം. സോ യുവർ ആൻസർ വിൽ ബി 2. The reagent used to convert alkyne to alkene. ആൽക്കൈനിനെ ആൽക്കീൻ ആക്കി കൺട്രോൾ ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയം, അതുപോലെ ലിൻലർ കാറ്റലിസ്റ്റും ആണ്. യുവർ ആൻസർ വിൽ ബി 4. ലിൻലർ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലേഡിയം അല്ലെ, പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലേഡിയത്തിനെ യൂസ് ചെയ്യാം. അപ്പൊ സിസും നേരെ മറിച്ച് സോഡിയം ലിക്വിഡ് അമോണിയാണ് എടുക്കുന്നതെങ്കിൽ ട്രാൻസും കിട്ടും. ആ കാര്യം ഓർക്കണം. Which one is most reactive towards electrophilic reagent? എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ആരോമാറ്റിക് റിങ് ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്ത് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ബെൻസീൻ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം. സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഇൻക്രീസസ് ദി റേറ്റ്. ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, റെസൊണൻസ് ഉണ്ട്. therefore it is ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ഇവിടെ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, റെസൊണൻസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇവിടെ ഓക്സിജൻ ഉണ്ടെങ്കിലും കാർബണിനോട് ഡയറക്റ്റ് കണക്റ്റഡ് അല്ല. ബെൻസീനിലെ കാർബണിനോട് കണക്റ്റഡ് അല്ല. സോ ദർ ഈസ് നോ റെസൊണൻസ്. ഈ കേസിൽ NH കൊടുക്കാം, പക്ഷെ അവിടെ അപ്പുറത്തെ സൈഡിലേക്കും കൂടിയേ NH(CO) എന്ന് വരച്ച രണ്ട് ഭാഗത്തേക്കും റെസൊണൻസ് കാണിക്കേണ്ടതായിട്ട് വരും. ക്രോസ് കോൺജുഗേഷൻ ഉണ്ട്. അപ്പൊ നന്നായിട്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് 3ക്കും പറ്റില്ല, 4നും പറ്റൂല. 3ല് റെസൊണൻസ് ഇല്ല, 4ല് റെസൊണൻസ് ഉണ്ടെങ്കിലും കുറച്ച് ഡീആക്ടിവേഷൻ സംഭവിച്ചു. 1 and 2 ആണ് നമ്മുടെ കയ്യിൽ വരുന്ന ഓപ്ഷൻ. 1ല് 2ല് OCH3 OH ഏറ്റവും നന്നായിട്ട് ഡൊണേറ്റിംഗ് ചെയ്യുന്നത് OH ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് 2 ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇറ്റ് ഷുഡ് ബി 2. അത് കഴിഞ്ഞ് 1, 4, 3 ഇങ്ങനെയാണ് നമുക്ക് ഓർഡർ വരേണ്ടത്. Which of the following statement is not true? Oxides of sulfur, nitrogen and carbon are most widespread air pollutant. സൾഫറിന്റെ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, നൈട്രജന്റെ ഓക്സൈഡുകൾ, കാർബണിന്റെ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഏറ്റവും വലിയ എയർ പൊല്യൂട്ടന്റ് ആണ്.
pH of drinking water should be in between 5.5 and 9.5 water and pH. Concentration of dissolved oxygen, DO, is dissolved oxygen. Dissolved oxygen below 6 ppm is good for growth of fish. Dissolved oxygen എന്താണ്? വെള്ളത്തിൽ ചേർന്നിരിക്കുന്ന ഓക്സിജനാ. അപ്പൊ അക്വാട്ടിക് ലൈഫിന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഓക്സിജൻ ഈസ് റിക്വയർഡ്. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ ഒരുപാട് താഴെയാവാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ താഴെയാണെങ്കിൽ അക്വാട്ടിക് ഫിഷിന്റെ ഗ്രോത്തിന് നല്ലത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് ട്രൂ എന്ന് വായിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ ഒന്ന് നിങ്ങൾ ഇവിടെ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്, ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത് pH ഓഫ് ദി റെയിൻ വാട്ടർ ചോദിക്കാറുണ്ട്. അതായത് ആസിഡ് റെയിനിലേക്ക് വരുമ്പോൾ pH ആയി ബന്ധപ്പെട്ട് പറയാണ് 5.6 താഴെ വരുമ്പോഴാണ് ആസിഡിക് റെയിൻ എന്ന് പറയാ. സിമിലർലി ഡിസോൾവ്ഡ് ഓക്സിജൻ ആവശ്യമുണ്ട് ജീവൻ നിലനിർത്താൻ അക്വാട്ടിക് ലൈഫിൽ. അത് പൊതുവെ കോൾഡ് വാട്ടറിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ 10 ppm വരെ എത്താം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഓർക്കേണ്ട നമ്പർ ആണ് 6 ppm താഴെ വന്നാൽ ദ ഗ്രോത്ത് ഓഫ് ഫിഷ് ഗെറ്റ്സ് ഇൻഹിബിറ്റഡ്, വളർച്ച മുരടിക്കും. അവിടെ നല്ലത് എന്നാ പറഞ്ഞ, നല്ലതല്ല, ചീത്തയാണ് അല്ലേ. അതേപോലെ ബോർഡ് എടുത്താൽ BOD, ക്ലീൻ വാട്ടറിന്റെ ബോർഡ് 5 ppm താഴെയും ഹൈലി പൊല്യൂട്ടഡിന്റെ ബോർഡ് വാല്യൂ 17 ppm മേലെയാണ്. അപ്പൊ ആ നമ്പേഴ്സ് ഈ ഭാഗത്ത് നിന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞതാണ്. The brown haze of photochemical smoke is largely attributed due to NO, NO2, PAN and you have acrolein. ഈ 4 ഓപ്ഷനില് ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ NO2 ആണ്. അത് NCERT വന്നിരിക്കുന്ന ചോദ്യമാണ്. കാരണം ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ നൈട്രജൻ ഓക്സൈഡുകൾ ഉണ്ട്. അവര് പിന്നീട് അത് പ്രൈമറി പൊല്യൂട്ടന്റ് ആണ് നമ്മുടെ നൈട്രജൻ ഓക്സൈഡുകൾ. പിന്നീട് അത് ഓസോണിനെ തരും. റിയാക്ട് ചെയ്തിട്ട് ഫോർമാൽഡിഹൈഡ്, അക്രോലിൻ, പാൻ എല്ലാം ഉണ്ടാക്കും. അതിൽ ആ NO2 ആണ് ബ്രൗൺ ഗ്യാസ് ഈസ് സഫിഷ്യന്റ്ലി ഹൈ ലെവൽസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഹെയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ എയിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞാൽ സെക്ഷൻ ബി. 6.02 into 10 raised to 20 molecules of urea are present in 100 ml of the solution. What is the molarity? Molarity is number of moles by volume. So number of moles എങ്ങനെയാ കാണുക? പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്, ഗിവൺ പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ. ഞാനൊരു അപ്രോക്സിമേഷന്റെ ഭാഗമായിട്ടാണ് 6 എന്ന് എഴുതിയത്. ഡിവൈഡഡ് ബൈ വോള്യം. വോള്യം ലിറ്ററിലായിരിക്കണം. നമുക്ക് മില്ലി ലിറ്ററിലാ തന്നെ, ലിറ്ററിലാക്കാൻ ബൈ 1000 അഥവാ അത് മേലേക്ക് പോകും. സോ now 0.000 പോയി, 6 പോയി, 10 raised to 3, അതൊന്ന് ഒരു 0 പോയി, 10 raised to 2, 1/100 which is 0.01 molar. So your answer should be option 2. Assertion 1s2, 2s2, 2p6, 3s2, 3p6, 4s1 is the electronic configuration of potassium 19. പൊട്ടാഷ്യത്തിലെ 19 ഇലക്ട്രോൺ, 2, 4, 10 ആയി, 12, 16, 18 ആയി, 19. കറക്റ്റ് ആണോ? യെസ്. 1s കഴിഞ്ഞ് 2s ഫിൽ ചെയ്തു, 2p ഫിൽ ചെയ്തു, 3s ഫിൽ ചെയ്തു, 3p ഫിൽ ചെയ്തു, 4s ഫിൽ ചെയ്തു. കറക്റ്റ് ഓർഡർ ആണ്. സ്റ്റേറ്റ്മെന്റ് അസർഷൻ ഈസ് കറക്റ്റ്. എനർജി ഓഫ് 4s 3d എടുത്താൽ 3dയുടെ എനർജിയാണ് കൂടുതൽ. എനർജി നമ്മൾ n+l വാല്യൂ വെച്ചിട്ടാ പറയാ. 4sന്റെ കേസിൽ 4 + 0 4 ആണ്. 3dയുടെ കേസിൽ 3 ആണ് n വാല്യൂ. നമുക്ക് കിട്ടുന്ന d വാല്യൂ 2 ആണ്. അപ്പൊ 5 വരിക. ഏതിനാണോ n+l വാല്യൂ കൂടുതൽ അതിന്റെ എനർജി കൂടുതലാണ്. സോ എനർജി ഓഫ് 3d കൂടുതൽ എന്നുള്ളത് ശരിയാ. അതുകൊണ്ടാണല്ലോ നമ്മൾ 3p6 കഴിഞ്ഞ് 3d ചെയ്യാതെ 4sലേക്ക് വന്നത്. ദാറ്റ് ഈസ് കറക്റ്റ്. Therefore 4s is filled before 3d decided by Aufbau principle. സോ ആ തന്നിരിക്കുന്നത് രണ്ടും കറക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സാക്ട് ദി എക്സ്പ്ലനേഷൻ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് ഇൻ ദ ഫോളോയിങ് അറ്റോമിക് നമ്പേഴ്സ്. ഡി ബ്ലോക്ക് എലിമെന്റ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡി ബ്ലോക്ക്, സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് സ്കാൻഡിയം സ്റ്റാർട്ട് ചെയ്തത് 21 ആണ്. 21 തൊട്ട് 30 വരെയാണ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് ഉള്ളത്. തൊട്ട് താഴെ വരുന്ന ആളെ കണ്ടുപിടിക്കാൻ 21ന്റെ കൂടെ 18 ആഡ് ചെയ്താൽ പോരെ? കാരണം 18 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്താൽ അടുത്തയാൾ വരിക. അതെത്രയാ നമുക്ക് വരുന്നത്? 39. 39 തൊട്ട് 30ന്റെ കൂടെ 18 ആഡ് ചെയ്താൽ 48 വരെയാണ് അടുത്ത സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലുള്ളവർ വരിക. തേർഡ് ട്രാൻസിഷൻ സീരീസും ഫോർത്ത് ട്രാൻസിഷൻ സീരീസും എടുത്താൽ തേർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ 39ന്റെ കൂടെ ഞാൻ 18 ആഡ് ചെയ്യുന്നു, യു ഗെറ്റ് 57. 57 ലന്താനോ ആണ്. 57 കഴിഞ്ഞാൽ പിന്നെ ലാന്തനോയിഡുകളല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 58 തൊട്ട് 71 വരെയുള്ളത് എഫ് ബ്ലോക്കാ, ലാന്തനോയിഡ്. പിന്നെ നമുക്ക് 72 തൊട്ടാണ് അടുത്ത ആൾ വരുന്നത് അല്ലെ. 72 തൊട്ട്
അടുത്ത ആൾ എത്ര വരും? 80 വരെയാണ് നമുക്ക് വരിക. അതെങ്ങനെ കിട്ടിയേ? ഞാൻ 48ന്റെ കൂടെ 32 ആഡ് ചെയ്തു. ലാന്തനോയിഡുകൾ കൂടി വരുന്നത് കൊണ്ട് 48ന് ശേഷം ചുമ്മാ 18 ആഡ് ചെയ്താൽ പോരാ. 18 ഇലക്ട്രോണുകൾ മാത്രമല്ല ഫില്ല് ചെയ്യുന്നത്, 14 എഫ് ബ്ലോക്ക് കൂടി വന്നു. അങ്ങനെ 32 ആഡ് ചെയ്യണം. അടുത്ത ഇതിലേക്ക് വന്നാൽ 57 തൊട്ട് താഴെ നമുക്ക് വരുന്നത് ആക്ടീനിയം ആണ്, 89. അത് തന്നെ 90 തൊട്ട് 103 വരെയുള്ളത് ആക്ടിനോയിഡുകളാണ്. സോ ഈ 2 കാറ്റഗറിയിൽ വരുന്നവർ എഫ് ബ്ലോക്ക് ആയിരിക്കും. ദെൻ 104 തൊട്ട് 112 വരെയുള്ളവരാണ് അടുത്ത ആൾക്കാർ. 48 എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണ്. യെസ്, 48 നമുക്ക് കാണാം. 28 21നും 30ക്കും ഇടയിലാണ്. സോ ദാറ്റ് ഈസ് ഡി ബ്ലോക്ക്. 70 കൺസിഡർ ചെയ്യണം. 72 തൊട്ട് 80 വരെയും 57ഉം ഡി ബ്ലോക്ക് ആണ്. 70 എഫ് ബ്ലോക്കിലെ വരിക. സോ അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. 100 കൺസിഡർ ചെയ്യണം. 100 90നും 103നും ഇടയിലാണ്. അത് ആക്ടിനോയിഡ് ആണ്, എടുക്കാൻ സാധിക്കില്ല. എഫ് എം ആണ്, ഫെർമിയം ആണ് 100. 55 കൺസിഡർ ചെയ്യണം. 57 ആണെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ 55 എന്തായാലും വരൂല. 55 നമുക്ക് എസ് ബ്ലോക്ക് ആയിരിക്കും വരും അല്ലെ. 55 എസ് ബ്ലോക്ക് ആണ്, അത് വരില്ല. 45 കൺസിഡർ ചെയ്യണം. 45 ഇതിന്റെ ഇടയിലാണ് വരിക. 39നും 48നും ഇടയിലാണ്. ദാറ്റ് ഈസ് ഓക്കെ. 34 നമുക്ക് എടുക്കാൻ കഴിയോ? ഇല്ല, 30 കഴിഞ്ഞിട്ട്, അത് പി ബ്ലോക്കിലാണ്. 36 നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ടോട്ടൽ 3 പേരെയാണ് നമുക്ക് ഡി ബ്ലോക്കിൽ എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെയാണ് അതിന്റെ അറ്റോമിക് നമ്പേഴ്സ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഈസ് പാരാമാഗ്നറ്റിക്? ഡൈ അറ്റോമിക് സിസ്റ്റംസ് തന്നാൽ പാരയാണോ ഡൈ ആണോ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് MOT യൂസ് ചെയ്യാവുന്നതാണ്. CO കാർബണിൽ 6 ഇലക്ട്രോൺ, ഓക്സിജനിൽ 8 ഇലക്ട്രോൺ, 14 ഇലക്ട്രോൺസ് വന്നാൽ ഡൈ ആണ്. എപ്പോഴാണ് ഒരാൾ പാരാമാഗ്നറ്റിക് ആവാ? ഒന്നുകിൽ ഓഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ 10 16 ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ CO നമ്മൾ പറഞ്ഞു. അടുത്തത് NO, നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8 ആണ്. യു ഗെറ്റ് 15 ഇലക്ട്രോൺസ്. ഓഡ് ആയതുകൊണ്ട് പാരയാണ്. അപ്പൊ പാരാമാഗ്നറ്റിക് കിട്ടിക്കഴിഞ്ഞു. O2 2- 2 ഓക്സിജൻ 16 ആണ്. അതിലേക്ക് 2 എണ്ണം വരുമ്പോൾ 18 ഇലക്ട്രോൺസ് വന്നു. അത് ഡയാ. CN- കാർബണിന് 6, നൈട്രജൻ 7, 1 ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു, 14 ഇലക്ട്രോൺ ഡയാ. അപ്പൊ പാരാമാഗ്നറ്റിക് ആയിട്ട് നമുക്ക് ഓപ്ഷൻ 2 മാത്രമേ പറയാനുള്ളൂ. ദി വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്സ് ഫോർ 4 ഗ്യാസസ് P, Q, R and SR. വാൻ ഡെർ വാൾ കോൺസ്റ്റന്റ് A ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി A. നമുക്ക് P, Q, R, S തന്നു. P 4.17, Q 3.59, R 6.17 and S is 3.8. What is the ascending order of their liquefaction? Liquefaction എന്ന് പറയുന്നത് easiness of liquefaction indicates the force of attraction between the particle. ഒരാളുടെ ലിക്വിഡുകൾ ആവണമെങ്കിൽ 2 ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കണം. So the molecules should be attracted well so that it can be liquefied easily. And that is a measure of intermolecular force of attraction. ഏതിനാണോ അട്രാക്ഷൻ കൂടുതൽ, അട്രാക്ഷനെയാണ് A സൂചിപ്പിക്കുന്നത്. ഏതിനാണോ A വാല്യൂ കൂടുതൽ, അവരുടെ ഈസ് ഓഫ് ലിക്വിഫാക്ഷൻ വിൽ ബി ഹയർ. പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് നോക്കൂ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് 8A/27 RB എന്ന് പഠിക്കുന്നില്ലേ? അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എക്ക് പ്രൊപ്പോർഷണൽ ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ A എന്ന് പറയുന്നത് അട്രാക്ഷന്റെ മെഷർ ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഫാക്ഷൻ കൂടും, പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ A ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏതിനാ? 6 ആണ് ഹയസ്റ്റ് വരേണ്ടത്. യു ഹാവ് ഓൺലി 1 ഓപ്ഷൻ. 6 കഴിഞ്ഞ് P കഴിഞ്ഞ് S കഴിഞ്ഞ് Q. യുവർ ആൻസർ വിൽ ബി 3. അടുത്ത ക്വസ്റ്റ്യൻ, ദി എൻതാൽപി ചേഞ്ച് ഫോർ ദി ഹൈഡ്രേഷൻ CuSO4 solid plus 5H2O gas giving CuSO4 5H2O solid. അതിന്റെ ഡെൽറ്റ H തന്നിരിക്കുന്നു. സോ CuSO4 plus 5H2O ഗിവിംഗ് CuSO4 5H2O യുടെ ഡെൽറ്റ H നമുക്ക് തന്നിരിക്കുന്നു -71.5 kcal/mol. If the enthalpy of vaporization of water is 10.5 kilocalorie, വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്നത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാ? ലിക്വിഡ് വേപ്പർ ആവുന്നു, ഗ്യാസ് ആയിട്ട് മാറുന്നു. അതിന്റെ എൻതാൽപ്പിയും തന്നിരിക്കുന്നത് 10.5 kcal/mol എന്നാണ്. Now what is the enthalpy change for this reaction? Reaction CuSO4
plus 5H2O liquid. അപ്പോൾ ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്യണം. Giving CuSO4 5H2O solid. അപ്പോൾ രണ്ട് ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷന്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കണം. തേർഡ് ഇക്വേഷൻ എനിക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഫസ്റ്റ് ഇക്വേഷൻ എന്തായാലും ഉപയോഗിക്കണം. കാരണം നമുക്ക് വേണ്ട ഇക്വേഷനിൽ കോപ്പർ സൾഫേറ്റ് ലെഫ്റ്റ് സൈഡിലാണ്. കോപ്പർ സൾഫേറ്റ് മാത്രം വരുന്ന ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അത് ലെഫ്റ്റ് സൈഡിലാണ്. യു ക്യാൻ ടേക്ക് 1 ഡയറക്ട്ലി. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. ഇനി H2O ലിക്വിഡ് വരണം. H2O ലിക്വിഡ് വന്നിരിക്കുന്നത് സെക്കൻഡ് ഇക്വേഷനിലാണ്. H2O ലിക്വിഡ് ലെഫ്റ്റ് സൈഡിൽ വേണം. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. ബട്ട് വി നീഡ് 5H2O. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് ഇക്വേഷനെ ഞാൻ ആഡ് ചെയ്യും. പക്ഷെ അതിനു മുന്നേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ആ 5H2O നമുക്ക് കിട്ടുള്ളൂ. എങ്കിൽ 1ഉം സെക്കൻഡ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ശേഷമുള്ള 2ഉം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ അതിന്റെ എൻതാൽപി ഈസ് ഈക്വൽ ടു ആദ്യത്തതിന്റെ എൻതാൽപി -71.5 പ്ലസ് രണ്ടാമത്തത് 10.5 ഇൻറ്റു 5. അപ്പൊ ഏകദേശം -71.5 ഇൻറ്റു 50 പ്ലസ് 52.5 വരും. അപ്പൊ എനിക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി -20 ആയിരിക്കും. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ദർ ഷുഡ് ബി എ നെഗറ്റീവ് ചാർജ് -19 കിലോ കലോറി പെർ മോൾ. മാച്ച് ചെയ്യാനാണ് എ മുഴുവനായിട്ട് വായിക്കുക. അഡിയബാറ്റിക്, ഐസൊലേറ്റഡ്, ഐസോതെർമൽ ചേഞ്ച്, പാത്ത് ഫംഗ്ഷൻ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ. ഹീറ്റ്, കോൺസ്റ്റന്റ് വോള്യൂം, നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ, നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് ഐസോതെർമൽ അല്ലേ? അപ്പൊ സി എനിക്ക് വരേണ്ടത് 5 ആണ്. C5 എന്ന് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. എ അഡിയബാറ്റിക്കില് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, A4 വരണം. അതും ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബി ഐസൊലേറ്റഡ് സിസ്റ്റത്തില് എക്സ്ചേഞ്ച് ഓഫ് എനർജി മാറ്ററും പോസിബിൾ അല്ല. പാത്ത് ഫംഗ്ഷന് എക്സാമ്പിൾ ആണ് ഹീറ്റ്. ഡെൽറ്റ യു ക്യൂ ആകുന്നത് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു QV ആണ്. അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആണ്. Statement 1. The pH of NH4Cl. NH4Cl solution in water is more than 7. അത് കറക്റ്റ് ആണോ? NH4Cl നമുക്ക് ഉണ്ടായിരിക്കുന്നത് NH4OH ൽ നിന്നും HCl ൽ നിന്നുമാണ്. HCl ഒരു സ്ട്രോങ് ആസിഡും NH4OH ഒരു വീക്ക് ബേസുമാണ്. അപ്പൊ ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിന്റെ കോമ്പിനേഷൻ വന്നാൽ റിസൾട്ടന്റ് ആസിഡിക് ആയിരിക്കില്ലേ? സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. റിസൾട്ടന്റ് ആസിഡിക് സൊല്യൂഷൻ ആണ്. അപ്പൊ pH നമുക്ക് 7നേക്കാളും കുറവല്ലേ വരേണ്ടത്? മോർ ദാൻ 7 എന്നുള്ളത് തെറ്റി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയി. സ്റ്റേറ്റ്മെന്റ് 2. NH4Cl is a salt of weak base and a strong acid. Correct. Whereas CH3CONA is a salt of weak acid and a strong base. Acetic acid NaOH കൂടി ചേർന്നതാണ്. So statement 1 is incorrect. Statement 2 is correct. Hence 4 is your answer. In the redox reaction, X KMnO4 plus NH3 giving KNO3 plus YMnO2 plus KOH plus H2O. X and Y are KMnO4ന്റെയും MnO2ന്റെയും കോഎഫിഷ്യന്റുകളാണ് ചോദ്യം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക. മാംഗനീസ് +7 നിന്നും +4 കൺവേർട്ട് ചെയ്യാൻ 3 ഇലക്ട്രോണിന്റെ ഡിഫറൻസ് ആണുള്ളത്. NH3 -3 നിന്നും +5 കൺവേർട്ട് ചെയ്യുമ്പോൾ -3 +5 ഡിഫറൻസ് 8 ഇലക്ട്രോൺസിന്റെ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്ടേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ കിട്ടിയ 8 NH3യുടെ കൂടെ കിട്ടിയ 8നെ KMnO4ന്റെ കൂടെ കൊടുക്കുക. സോ ഇറ്റ് ഈസ് 8 KMnO4 പ്ലസ് KMnO4ന്റെ വാലൻസി ഫാക്ടർ ആയിരിക്കുന്ന 3 എന്ന നമ്പറിനെ NH3യുടെ കൂടെ കൊടുക്കുക. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ഇലക്ട്രോൺസ് ഈക്വൽ ആക്കാനാ അല്ലെ? ഇവിടെ 8 × 3 എന്ന് കൊടുത്താൽ 24 ഇലക്ട്രോൺസ് ആയി. ഇവിടെ 3 × 8 എന്ന് കൊടുത്താൽ 24 ഇലക്ട്രോൺസ് ആയി. അപ്പൊ ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്യണം. ദാറ്റ് ഈസ് എ റീസൺ. ഗിവിംഗ് KNO3 പ്ലസ് MnO2 പ്ലസ് KOH പ്ലസ് H2O. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. 8 മാംഗനീസ് വേണം. മാംഗനീസ് 8 എണ്ണം വേണം. മാംഗനീസ് ബാലൻസ്ഡ്. 3 നൈട്രജൻ വേണം. 3 നൈട്രജൻ ബാലൻസ്ഡ്. പൊട്ടാഷ്യം 8 എണ്ണം വേണം. 3 എണ്ണം ഇവിടെ കൊടുത്തെങ്കിൽ ബാക്കി 5 പൊട്ടാഷ്യം അല്ലേ വേണ്ടേ? ബാലൻസ്ഡ്. ഇനി ഹൈഡ്രജൻ നോക്കിയേ, 9 ഹൈഡ്രജൻ വേണം. 5 എണ്ണം ഇവിടെ പോയി കഴിഞ്ഞാൽ 4 ഹൈഡ്രജൻ വേണം. ഞാൻ അതിനെ 2H2 എന്ന് എഴുതിയാൽ മതി. ഡൺ. അപ്പൊ എനിക്ക് ആവശ്യം KMnO4ന്റെയും നോക്കുക, MnO2ന്റെയും നോക്കുക. So 8 is your answer. You get option 4, 8 and 8. Match column 1 with column 2 for the given properties or applications mentioned. H, atomic hydrogen.
H2 molecular hydrogen, water, hydrogen peroxide. A എന്ന കോളം വായിച്ചിട്ടേ ബി വായിക്കാൻ പാടുള്ളേ. ബി യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് പെർഹൈഡ്രോൾ. അപ്പൊ തന്നെ കിട്ടിയില്ലേ. ഡി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. D2 വന്നത് നമുക്ക് കളയാം. D1 ആയിരിക്കണം. പെർഹൈഡ്രോൾ ആണ്. അടുത്ത നോക്കുക, ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ഡൈഹൈഡ്രജൻ ബൈ NaH. NaHല് Na പ്ലസും H മൈനസും ആണ്. നമുക്കിതിനെ ഹൈഡ്രജൻ ആക്കി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ H+ന്റെ പ്രസൻസ് വേണ്ടേ? എന്നാലല്ലേ നെഗറ്റീവും പോസിറ്റീവും കൂടി ആഡ് ചെയ്ത് H2 ആവുള്ളൂ. അപ്പൊ H+ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ വാട്ടറിലാണ്. സോ C ഷുഡ് ബി 2. C2 എന്ന് പറയുന്ന ഒരേ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 1 ആ കിട്ടുക. അടുത്തത് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹൈഡ്രോ ഫോർമുലേഷൻ ഓഫ് ഒലിഫിൻ, ക്യാൻ ബി യൂസ്ഡ് ഇൻ കട്ടിംഗ് ആൻഡ് വെൽഡിംഗ്. അറ്റോമിക് ഹൈഡ്രജനെ കട്ടിങ്ങിലും വെൽഡിങ്ങിലും യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്നത് 3 നമുക്ക് വരും. ഹൈഡ്രോ ഫോർമുലേഷന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കാർബൺ കൊബാൾട്ട് CO2 CO8 ടൈംസ് കാർബൺ മോണോക്സൈഡ് H2ന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രോ ഫോർമുലേഷൻ റിയാക്ഷൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ H2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യെസ്, അതിൽ ഒരാളെ മാത്രം നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ബാക്കി ഓപ്ഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാം. സോ ദിസ് പ്രഡിക്ഷൻ ഫ്രം ദി ഓപ്ഷൻസ് അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ. ഒന്നാമത്തത്, ബി ഈസ് ഏബിൾ ടു ഫോം B3+ അയോൺസ് വൈൽ Al ഡസ് നോട്ട്. ബോറോൺ ഒരിക്കലും +3 അയോൺ ഫോം ചെയ്യില്ല ഡ്യൂ ടു വെരി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. BF3 മോളിക്യൂൾ ഈസ് ആസിഡിക്. ഒരാൾ ആസിഡിക് ആണെങ്കിൽ ഒന്ന് നിങ്ങൾ അറീനിയസ് കോൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. H+ കൊടുക്കുന്നവരാണ് ആസിഡിക്. BF3യിൽ H+ ഇല്ല. ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റിലും ആസിഡ് H+ന് കൊടുക്കുന്നവരാണ്. BF3 പറയാൻ കഴിയില്ല. ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കുന്നത് ആസിഡിക് ആണ്. സോ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. സോ ദാറ്റ് ഈസ് ട്രൂ. That is acidic according to the Lewis concept. Aluminum oxide basic ആണോ? No. Aluminum oxide is amphoteric. Aluminum dissolves in mineral acids and aqueous alkali. ആസിഡിലും ആൽക്കലിയിലും അവർ ഡിസോൾവ് ചെയ്യും. സോ ബിയും ഡിയും ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അവിടെ അലൂമിനിയം HClന്റെ കൂടെ റിയാക്ട് ചെയ്ത് അലൂമിനിയം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജനും സോഡിയം NaOHന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അലുമിനേറ്റ് പ്ലസ് H2 കിട്ടുന്ന റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. The decreasing order of hydration enthalpies of group 2 metal. Hydration enthalpy is inversely related to the size. ഏതിനാണോ സൈസ് കുറവ് അതിനാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ. സെക്കൻഡ് ഗ്രൂപ്പിൽ ബെറിലിയത്തിനല്ലേ ഏറ്റവും കുറവ്. സോ ബെറിലിയത്തിന് കൂടുതൽ വരണം, ബേരിയം വരാൻ പാടില്ല. ബെറിലിയത്തിന് കൂടണം. ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും ഓപ്ഷൻ ഡി. അടുത്തതില് ABCD എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തേർഡിൽ നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും ഒരു പോസിറ്റീവ് ചാർജ് എന്ന രീതിയിൽ പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. CH3OCH+CH3. ആദ്യം A മുഴുവൻ വായിച്ചിട്ട് ബിയിലേക്ക് വരിക കേട്ടോ. CF3+. അടുത്തതില് ഒരു ടെർഷ്യറി സിസ്റ്റം. then you have a secondary system. B. സ്റ്റേബിൾ ഡ്യൂ ടു റെസനൻസ്. റെസനൻസ് വഴി സ്റ്റേബിൾ ആവണമെങ്കിൽ തൊട്ടടുത്തൊരു ലോൺ പെയറും ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ലോൺ പെയർ പോസിറ്റീവ് ചാർജ് അങ്ങനെ എന്തെങ്കിലും വേണം. സോ ഇറ്റ് ഈസ് ദെയർ. ഇവിടെ വരുന്ന ലോൺ പെയറിന് റെസനൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. സോ A ഷുഡ് ബി 1. CF3+ ആണ്. അടുത്ത നോക്കണം. ഡീസ്റ്റെബിലൈസ്ഡ് ഡ്യൂ ടു ഇൻഡക്റ്റീവ് എഫക്ട്, സ്റ്റെബിലൈസ്ഡ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ സെക്കൻഡറി കാർബോകാറ്റോൺ. സെക്കൻഡറി കാർബോകാറ്റോൺ D4 വരണം. ഇനി CF3+ലുള്ള കാർബോകാറ്റോൺ സ്റ്റേബിൾ ആണോ? അല്ല. അടുത്ത രണ്ട് ഓപ്ഷൻ സ്റ്റെബിലൈസ്ഡും ഡീസ്റ്റെബിലൈസ്ഡും ആണ്. അപ്പൊ എനിക്ക് ഡീസ്റ്റെബിലൈസ്ഡ് അല്ലേ അത്? ഡ്യൂ ടു ഇൻഡക്റ്റീവ് എഫക്ട് ഓഫ് ഫ്ലൂറിൻ വലിച്ചു പിടിക്കുന്നുണ്ട്. സോ സിയുടെ ആൻസർ 3 തന്നെ വരണം. അങ്ങനെ വരാൻ നമുക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. ബിക്കോസ് ടെർഷ്യറി കാർബോകാറ്റോൺസ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ നമുക്ക് വരേണ്ടത് A1, B2, C3, D4 എന്ന ഓപ്ഷൻ ആണ്. But നമുക്ക് ഓപ്ഷൻസിൽ അവിടെ കാണാൻ കഴിയില്ല. That will be given as bonus. Anyway, I hope you understand how to match them. See this question. Which of the following molecule has the highest dipole moment? Dipole moment highest ആവണമെങ്കിൽ ഒരേ ഡയറക്ഷനിലേക്ക് മാക്സിമം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊളാരിറ്റി നമുക്ക് കാണിക്കാൻ സാധിക്കണം. ഇൻഡിവിജ്വൽ ബോണ്ട് ആണെങ്കിൽ. ട്രാൻസ് സിസ്റ്റംസ് എടുത്ത ട്രാൻസിന്റെ കേസിൽ ഇവിടെ രണ്ടും CH3 ആ. CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പൊ CH3യുടേത് ഞാൻ കാണിച്ചാൽ ഒന്ന് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അടുത്ത കേസിൽ രണ്ടാമത്തേല് CH3 ഡൊണേറ്റിംഗ് ആണ്. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ആരോ മാർക്ക് ശ്രദ്ധിച്ചേ ഒന്നുകൂടി.
CH3 donating, it donate towards the carbon. This CH3 donating, it also donate towards the carbon. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് വന്നപ്പോഴേക്ക് ക്യാൻസൽ ആയി. അതിന് ഹയസ്റ്റ് അല്ല, അത് ക്യാൻസൽ ആയി. അടുത്തത് CH3 കാർബണിന് കൊടുത്തു, ക്ലോറിൻ വലിച്ചു. സോ you see the direction. ക്യാൻസലിംഗ് സംഭവിക്കുന്നില്ല, ഒരേ ഡയറക്ഷനില്ല, മാക്സിമം വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കുന്നു, CH3 കൊടുത്തു, ക്ലോറിൻ വലിച്ചു. അപ്പോൾ ഒരാൾ കൊടുത്തപ്പോൾ ഒരാൾ ചെറുതായിട്ട് വലിച്ചു, ചെറിയൊരു ക്യാൻസലേഷൻ അവിടെ നടക്കുന്നു. നെക്സ്റ്റ് ക്ലോറിൻ വലിച്ചു, ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. CH3 കൊടുത്തു, ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്, അവിടെ ക്യാൻസൽ ആവും. സോ ഹയസ്റ്റ് നമുക്ക് ക്യാൻസൽ ആകാതെ ഒരേ ഡയറക്ഷനിലേക്ക് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്ക് വന്നിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ് വന്നിട്ടുള്ളത്. And this is the last question. The olefin which on ozonolysis gives CH3, CH2, CHO and CH3, CHO. ഓസോണോളിസിസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തടുത്ത് എഴുതുക. ഇറ്റ് ഈസ് ഈസിയസ്റ്റ് വേ. അപ്പൊ ഇതിന് അടുത്തടുത്ത് എഴുതിയിട്ട് അവിടെയുള്ള ഓക്സിജൻ എടുത്ത് കളഞ്ഞാൽ മതി. കാരണം ഓസോണോളിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജനെ കൊടുത്തതാ. അപ്പൊ ഇവിടുന്ന് ഓക്സിജനെ റിമൂവ് ചെയ്ത് അത് ഡബിൾ ബോണ്ട് ആക്കി ജോയിൻ ചെയ്യും. CH3, CH2, CH, ആ ഓക്സിജൻ പോയത് ഡബിൾ ബോണ്ട് ആക്കുക, CH3. അപ്പൊ പെന്റ് 2 ആണ്. Your answer will be option 4. That is about the discussion on chemistry. Thank you.